ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கே போக விட மாட்டே? நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு ஒரு ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். അയ്യോ, ഇറങ്ങി ഓടി പിടിച്ചെടുത്തോളൂ. ശരി, നമുക്ക് ഇറങ്ങാം. കേരളക്കരയുടെ ഏറ്റവും നല്ല ക്ലാസിക് സിനിമകളിലൊന്നായ മണിച്ചിത്രത്താഴിലെ ഒരു സീക്വൻസ് ആണ്. ഏത് പാതിരാത്രി വിളിച്ചാലും മലയാളികൾ അല്ലെ ഉറക്കത്തിൽ പറയും. അപ്പോൾ നമുക്ക് ഈ വഴി പാസ് ചെയ്യുന്ന ലോറികളുടെ ചില്ലറിഞ്ഞ് പൊട്ടിക്കുന്ന, വീട്ടിലുള്ളവർക്ക് വിഷം കലക്കി കൊടുക്കുന്ന ആ ചിത്രരോഗി, ആര്യനാട്ടെ ചിത്രരോഗി, ആ യക്ഷിക്കുഞ്ഞാരാണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഫസ്റ്റ് നമ്പർ നന്ദ മീനു. വരും. ഒന്നുമില്ല, സുരേഷ് ഗോപി ഡയലോഗ് ഞാൻ പറയുന്നു. ശോഭന മാം നാഷണൽ അവാർഡ് നേടിയ ക്യാരക്ടറായിട്ട് മാറുന്നു. ഒന്ന് മാറിക്കോ, യക്ഷിയായിക്കോ. റെഡി? ഒരു നല്ല കഴിവ്, നല്ല കഴിവ് കൊടുക്കാം. ഇവിടുത്തെ ആര്യനാട്ടെ യക്ഷിയെ ഇന്ന് നമ്മൾ കയ്യോടെ പിടിക്കുകയാണ്. റെഡി? മനുഷ്യന് ഇത്രയും സപ്പോർട്ട് ഉണ്ട്, യക്ഷിക്ക് എന്നാ സപ്പോർട്ട്? നേരെ റെഡി? റെഡി ശ്യാമേ? ഇപ്പൊ എവിടെ പോകുന്നു? എവിടെ പോകുന്നു? ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഞാൻ കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. മനസ്സിലായില്ലേ? നോണ ഇവിടെ 5 മണിക്ക് വന്ന് എന്നോട് രാവിലെ. കുഴപ്പമില്ല ഗംഗ ഇപ്പൊ പോകണ്ട. എന്താ ഞാൻ പോയാല്? പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. ഞാൻ പോവും. വലിയ നിർബന്ധമില്ല. പോകണ്ടെന്ന് പറഞ്ഞാ അണ്ണാ ഞാൻ പോവെന്ന് പറഞ്ഞില്ലേ അണ്ണാ? ഒന്ന് ഓർത്ത് നോക്കിയേ, ശോഭന മാം തിരുവനന്തപുരത്തെ ഒരാളായിട്ട് ആ മണിച്ചിത്രത്താഴിൽ അഭിനയിച്ചായിരുന്നെങ്കിൽ ആ സിനിമ ഏത് വാക്കെടുക്കുമായിരുന്നു? നാഷണൽ അവാർഡ് കഴിഞ്ഞ് ഓസ്കാറിൽ പോവായിരുന്നല്ലേ? ഒരു നല്ല കേടി. ഓക്കെ, ബാക്കി പോകണ്ടെന്ന് പറഞ്ഞ അപ്പി പോകണ്ട. ബാക്കി പറഞ്ഞാൽ എനിക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ പെണ്ണെടുത്ത് പറഞ്ഞതാണ് എനിക്ക് ആഭരണം എടുക്കാൻ പോകണമെന്ന്. എനിക്ക് ഒരുപടി എടുത്തില്ലെങ്കിൽ ശരിയാവില്ല അണ്ണാ. എല്ലാ പെണ്ണുങ്ങൾ ഒരുങ്ങി വരുമ്പോ എനിക്ക് പിന്നെ ഒരുപടി എടുത്തിട്ട് പോകണ്ടേ? അണ്ണ എന്തോ നിർത്താനാ പറയണ? ഇത് കേറിട്ടാ ബാധ കയറി അതുറപ്പിച്ച് അത് ഏത് യക്ഷിയുടെ ആണോ ബാക്കിയുടെ പോകണ്ടെന്ന് പറഞ്ഞ ഞാൻ നിന്ന് പൊഴുക്കുവാണ്. അണ്ണാ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറെ പ്രാവശ്യം എനിക്ക് പോണമെന്ന്. എനിക്ക് ഇനി എപ്പോഴും പറയില്ല. കുത്തുപോണ്ട് ചരുവോട്ട് മണ്ട അടിച്ച് കൊടുക്കുന്നു. ബാക്കിയുടെ എന്തോന്ന് ബാക്കി? ഓ അയോഗ്യ പയലേ, നീ എന്റെ പുറകെ നടന്ന് വളച്ചതും പോരാ, നീ ഇനി എന്നെ വിടൂല. നീ പ്രേമിച്ചോണ്ടിരുന്നപ്പോ എന്തൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്? ഇത് തുളച്ചു കേട്ടാ, ഇവളും തുളച്ചു. ബാക്കി ഓക്കെ, നല്ല കേടി. ബാക്കി പറഞ്ഞേ. അണ്ണ ഇതിന് ദുർഗാഷ്ടമി എന്നറിയില്ല, അറിയാല്ല അണ്ണ. കൂടുതൽ എന്നെ കൊന്നു രക്തം അങ്ങോട്ട് പോകാനല്ലേ? ഇവിടുത്തെ പോറ്റി വല്ലതും ഉണ്ടോ? ഒരു നല്ല കാര്യം, പ്രിയപ്പെട്ട സഹോദരിക്ക് നല്ല കാര്യം കൊടുക്കണം. ഇതുപോലെ സ്പോർട്ടീവായിട്ട് റിയാക്ട് ചെയ്യുന്നവർ വന്നാലേ ഈ സെക്ഷൻ കയറത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് പ്രൈസ് മിക്കവാറും മീനു കൊണ്ടുപോകും. അടുത്ത നെക്സ്റ്റ് ആരായിരുന്നു വന്ന്? അടുത്ത നല്ല കാര്യം. വാ, ജസ്റ്റ് ട്രൈ ആണ് ഇത്. നമ്മൾ ഒരിക്കലും പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയല്ല. രണ്ടാമത് വന്നത് ആരായിരുന്നു? ചേച്ചിയല്ലേ? ഓക്കെ, റെഡി. പോവാ. മുന്നോട്ടോ. അണ്ണാ നല്ല സപ്പോർട്ട് വേണം. അടിപൊളി, സൂപ്പർ. റെഡി? ചേച്ചി പേരങ്ങ് മറന്നു. മൈക്കിൽ പറഞ്ഞു. ഓക്കെ, റെഡി? ഇനി എല്ലാം വിട്ടോളൂ. കളി, ചിരി, തമാശ ഇഷ്ടപ്പെടുക, ചിത്രരോഗിയ, ക്യാരക്ടർ പിടിക്കുക. ഓക്കെ, റെഡി? ഇപ്പൊ എവിടെ പോകുന്നു? അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു ഞാൻ രാവിലെ പറഞ്ഞതാണല്ലോ. ഇപ്പൊ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? ബാക്കിയുടെ എന്തോ ഗംഗെ പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. എനിക്ക് പോണം. സ്ക്രിപ്റ്റ് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക.
പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. എന്താ ഞാൻ പോയാല്? ഇവിടെ ഇത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഞാനാ നിന്ന് ഒഴുകുന്നത്. ബാക്കി ഡയലോഗ് കൂടെ പറ. എനിക്ക് കാരണം സുരേഷ് ഗോപിക്ക് പോകണ്ടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ബാക്കി പാടാം. അതെന്താ ഞാൻ പോയാല്? യോഗ്യ നായേ, എന്തോ കൊന്ന് ഓൻ രക്തത്തെ കുടിച്ച് ഓങ്കാര നടമാണ്. അതൊരു താളത്തിൽ പറഞ്ഞപ്പോ ഒരു രസം വരുന്നത് കേൾക്കല്ലേ? ഓക്കെ, നല്ല കൈഡി കൊടുക്കാം, നല്ല കൈഡി. അടുത്ത ആള് പെട്ടെന്നോ. അടുത്ത മഴയ്ക്ക് മുന്നേ ഈ യക്ഷിയെ നമുക്ക് പിടിക്കണം. പെട്ടെന്ന് പോവാം. റെഡി? ഓക്കെ, നേരെ നിന്നോളൂ, അടിപൊളിയായിട്ട് ചെയ്തോളൂ. എങ്ങനെ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ രാവിലെ മെസ്സേജ് ഉണ്ടല്ലോ, രാവിലെ മെസ്സേജ് നേരം ഞാൻ വിളിച്ചായിരുന്നു. ഒരു യക്ഷിനെന്ന് പറയുന്നത് കേട്ടോ. നല്ല കൈഡി കൊടുക്കാം, നല്ല കൈഡി. രാവിലെ മെസ്സേജ് ഇട്ട യക്ഷി പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. എനിക്കിന്ന് പോയേ പറ്റൂ. അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാനും പോകും. ഏത് കടയിൽ നിന്നാണ്? ഇപ്പം അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ട. എനിക്കിന്ന് പോയേ പറ്റൂ. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അയോഗ്യ നായേ, ഇത് ഇന്ന് പൊടിഞ്ഞിട്ടേ ലാസ്റ്റ് ഡയലോഗ് മാത്രം ഒന്നും പറയാം. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അയോഗ്യ നായേ, എന്നെ എടുക്കാൻ പോയേ പറ്റൂ. അവിടെ ആ പൊഴിയുന്നത് ബാക്കി ഇന്നേക്ക് ദുർദാക്ഷം. നല്ല കൈ കൊടുക്കാം. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഇന്നെ കൊന്ന് ഒരു രക്തത്തെ കുടിച്ച് അല്ല, ക്യാരക്ടർ ഉൾക്കൊണ്ട് പറഞ്ഞത് പ്രിയപ്പെട്ട സൗകര്യം അല്ലേ? നല്ലൊരു കൈ കൊടുക്കാം, നല്ലൊരു കൈ. ഇനി ഒരാളൂടെ ഉള്ളൂ. അമ്മ വാ വാ. എന്തോ വന്ന് കയറിയപ്പോ ഓർക്കണമായിരുന്നു. അമ്മയും മോളോട് വന്നതല്ലയോ സമ്മാനം കൊണ്ടുപോയി. വാ ഇവിടെ കേടാ, ഇങ്ങനെ വാ. ചുറ്റു ശത്രുക്കളാ ഐഡി കയറി കൂടി എന്നൊക്കെ പറയുമ്പോൾ ആള് സുഖം, കുഴപ്പമില്ല. വാ, ഞാൻ സപ്പോർട്ട് ചെയ്യാം. വാ ഇവിടെ, വാ ഇവിടെ. റെഡി? ഒരു നല്ല കൈഡി. മോളാ പറ്റിക്കുന്നു. റെഡി റെഡി, നേരെ റെഡി റെഡി. നല്ല കൈഡി, നല്ല കൈഡി കൊടുക്കാം. സമ്മാനം കിട്ടുന്ന നോക്കിയപ്പോഴേ ചാടി കയറി വന്നതാ. വാ, റെഡി. അതിന് സമ്മാനം വേണ്ടേ? റെഡി, ഒന്നുകൂടെ. റെഡി റെഡി റെഡി. കങ്ങ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ അല്ലിക്ക് ആഭരണം കൊടുക്കാൻ പോകും. കങ്ങ ഇപ്പൊ പോകണ്ട. അതെന്താ പോയാല്? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അതെന്താ? ഞാൻ പോകുന്നു പറഞ്ഞതല്ലേ? പോണം, എനിക്ക് പോണം. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അതെന്താ പോയാല്? അതെന്താ പോയാല്? എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും. ബാക്കിയുടെ ആ ഫീല് കളയണം. ബാക്കിയുടെ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും. ഈ ബാക്കിയുടെ ഇന്നേക്ക് ഇന്നേക്ക് വിടുവോ? പ്ലീസ് പ്ലീസ് ഒരു കൈ അടിക്കൂ. നിങ്ങൾ ചിരിക്കാതെ. നിന്നെ കൊന്ന് നിന്റെ രക്തത്തെ കുറിച്ച് ഒരു പപ്സിയുടെ എവിടെ കാണും ഇതൊക്കെ ചെയ്തിട്ട്. നല്ല കാര്യമാണ്, നല്ല കാര്യം. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീട്ടമ്മമാർ വന്ന് ഈ സെക്ഷനിൽ പെർഫോം ചെയ്യുന്നതാണ് ഈ സെക്ഷനിൽ ഏറ്റവും വലിയ. ഈ കൈയോട് പോരാ, മാക്സിമം നല്ല കിട്ടുന്ന കൈയോട് ഇനിയും ഇവർക്ക് സമ്മാനം കൊടുക്കുന്നതാണ്. വലിയ വിലപിടിപ്പുള്ള സമ്മാനമാണ് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് അതിലെടുത്ത് ഇത് സമ്മാനദാനത്തിന് വേണ്ടി ഒരു വിശിഷ്ട വ്യക്തി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, നിരവധി അനവധി ഭക്തിഗാനങ്ങളിലൂടെയും അതിലുപരി സിനിമാ ഗാനങ്ങളിലൂടെയും സംഗീത സംവിധായകനായും പ്രശസ്ത സംഗീത സംവിധായകനായ മിസ്റ്റർ സതീഷ് ചിറ്റാർ. അദ്ദേഹം നമ്മളുടെ പ്രിയപ്പെട്ട അനീഷ് ചിറ്റാറിന്റെ ഗുരുവാണ്. അദ്ദേഹം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ ഈ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് സമ്മാനം നൽകാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കും. നല്ല കൈ കൊടുക്കാം, നല്ല കൈ കൊടുക്കാം. ഫസ്റ്റില് നമ്മളെ ഫ്രിഡ്ജ് ആണ് കമ്മിറ്റിയില്. സൈഡിൽ തട്ടാതെ ഫ്രിഡ്ജ് തട്ടുന്നുണ്ട്, തട്ടുന്നുണ്ട്. ഞാനോട് സപ്പോർട്ട് ചെയ്യും. ഫ്രിഡ്ജ് മുന്നോട്ടോ സമ്മാനം. ഫ്രിഡ്ജ്
വായ ഉത്തരം പറഞ്ഞ എല്ലാവരും വരും. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഫ്രിഡ്ജ്. സാറേ ഈ ഫ്രിഡ്ജ് ഞാൻ കൊടുക്കാം. കുഴപ്പമില്ല, ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫസ്റ്റാ. മേടിച്ചോ മേടിച്ചോ. ഇതെന്താ സാറേ? മൈക്രോ ഓവൻ. മൈക്രോവേവ് ഓവനാണ്. വാഷിംഗ് മെഷീൻ ഉണ്ട് സാറേ ഒരെണ്ണം. വാഷിംഗ് മെഷീൻ ഉണ്ട്, മിക്സി ഉണ്ട്. ഏത് വേണം? മിക്സി. മിക്സി മിക്സി മിക്സി. ഒരു വാഷിംഗ്. ഒരെണ്ണം. അല്ല മറ്റേ കുഞ്ഞുമോന് ഡ്രസ് ഇതുണ്ടോ? തേപ്പൊട്ടിയോ? കുക്കറുണ്ട്. കുക്കറുണ്ട്. കുക്കർ ആ കുഞ്ഞുമോന് കുക്കറോട് കൊടുക്കാം. മകളെ കുക്കറാടാ എനിക്ക് സർ. തേപ്പാണല്ലേ? തേപ്പൊട്ടി വേണമെന്ന് പറഞ്ഞായിരുന്നു സംഘടന കമ്മിറ്റി. അടുത്തതായിട്ട് തരും. വീടില്ല. സൂക്ഷിച്ചു. സാറേ സന്തോഷം. ഈ സമ്മാനം കൊടുത്തതിൽ സന്തോഷം. ചേട്ടാ ഇവിടെ നോക്കണം പ്ലീസ്. നല്ല കൈഡി കൊടുക്കുക കേട്ടോ. ഈ സെക്ഷൻ അതിഗംഭീരമാക്കിയ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നല്ല കൈഡി കൊടുക്കുക. പതുക്കെ